ദൈവപുത്രൻ്റെ 3 പരീക്ഷണങ്ങൾ. ദ ടെസ്റ്റ് ജീസസ് ഹാഡ് ടു അണ്ടർഗോ. ദൈവത്തിൻ്റെ പുത്രനായിട്ട് വന്ന യേശു ക്രിസ്തു എന്തിനാ പരീക്ഷയ്ക്കൂടെ പോകുന്നത്? ഒരു കണക്ക് അത് നമ്മളെ പഠിപ്പിക്കാനല്ലേ. പിന്നെ ദൈവത്തിൻ്റെ സ്ഥിരത എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കാൻ. കർത്താവ് പോലും പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ വന്ന പുത്രൻ ഭൂമിയിൽ വന്നിട്ട് സ്ഥിരതയായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള കൃപ കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുൻപ് 40 ദിവസം രാവും പകലും ഉപവാസ പ്രാർത്ഥനയോട്, അതായത് ഭക്ഷണം കഴിക്കാതെ 40 ദിവസം മരുഭൂമിയിലായിരുന്നു. മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളുടെ കൂടെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു, കാട്ടുമൃഗങ്ങൾ യേശുവിൻ്റെ കൂടെ 40 ദിവസം നിന്നപ്പോൾ അവർ സൗമ്യതയുള്ള മൃഗമായി മാറിയത്. ഇറ്റ്സ് എ വെരി ഗുഡ് തോട്ട് ഇല്ലേ? കാട്ടുമൃഗങ്ങളുടെ കൂടെ യേശു വന്ന് താമസിക്കുകയാണെങ്കിൽ തീർത്തും 40 ദിവസം കൊണ്ട് അവർ സൗമ്യതയുള്ളവരായി മാറും. അത് മനുഷ്യനും അപ്ലൈ ചെയ്യാം. അപ്പോൾ 40 ദിവസം പോലും നമ്മുടെ കൂടെ യേശു ജീവിക്കുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗോഡ് ഈസ് സോ പവർഫുൾ. പക്ഷെ അനുവദിക്കാൻ ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരിക്കലും കർത്താവ് നമ്മളെ അടിച്ച് ചെയ്യിപ്പിക്കില്ല, ഫോഴ്സ് ചെയ്ത്. പിശാചാനെ അടിച്ച് ചെയ്യിപ്പിക്കും. യേശു എപ്പോഴും വെയിറ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് ഒരു ജെൻറ്റിൽമാനാണ്. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് വാതിക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ തുറന്നിട്ട് കയറി വന്ന് ഇരുന്നാട്ടെ എന്ന് പറഞ്ഞില്ല എങ്കിൽ കയറൂല. പിശാചാണ് അടിച്ച് തള്ളിക്കയറ്റി. നമ്മൾ ഓരോ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് വൈകിട്ട് പ്രാർത്ഥിക്കുമ്പം എത്ര ദുഷ്ടശക്തികൾ നമുക്ക് ചുറ്റും വന്ന് നിൽക്കുന്നത് നമ്മൾക്ക് കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്രമാത്രം ദുഷ്ടശക്തികൾ ഇവിടെ ഉണ്ട്. കാരണം ഇത് പിശാചിൻ്റെ ഒരു ഭവനമാക്കി മാറ്റി വെച്ചിരിക്കുകയല്ലേ, നമ്മൾ വിറ്റ് കളഞ്ഞില്ലേ. പിന്നെ എന്നും ഒരു യുദ്ധമാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ദൈവമക്കളായിട്ട് ജീവിക്കുന്ന എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് എ ബാറ്റിൽ ഫീൽഡ്. ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. അറിഞ്ഞോ അറിയാതെ വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അറിയാമെങ്കിൽ നമുക്കൊരു ഗുണമുണ്ട്. ഇന്ന് വരുന്ന യുദ്ധം ഇത് ഞാൻ ഓർക്കുന്ന ഒരു ദിവസം ഇതേപോലെ വെളുപ്പിന് 4 മണിക്ക് തന്നെ നടത്തി. അന്ന് 4-5 സർപ്പങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും നമ്മുടെ വീടിൻ്റെ അപ്പുറത്തായിട്ട്. നമ്മൾ നന്നൂർ താമസിക്കുമ്പോൾ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിനെ ശക്തമായിട്ട് ഞാൻ അതിനെ ഫലസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ നീ അത് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരിച്ചിരി ധൈര്യം വന്നു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത് കൊണ്ട് സംഗതി. പക്ഷേ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നു, മണി 9 ആയപ്പം അവിടെ വീട്ടിൽ കലക്കം വന്നു. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കലക്കം വന്നു. എനിക്ക് ദേഷ്യം വന്നു. സംഗതി ഔട്ട് ഓഫ് കൺട്രോളായി. അപ്പോൾ ഞാൻ പറഞ്ഞു, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചല്ലോ, ദൈവത്തോട് ചോദിച്ചാണല്ലോ, പിന്നെ എന്ത്. അപ്പം ചില കാര്യങ്ങൾ നേരത്തെ കാണിച്ചു തന്നിട്ടും വീട്ടിൽ കലക്കം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ ഈ ടെസ്റ്റുകളിൽ ജയിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഗോഡ് ഈസ് ടെല്ലിങ് ദിസ് തിങ്, ആർ യു മെച്യൂർ ഇനഫ് ടു ഹാൻഡിൽ ദീസ് പ്രോബ്ലംസ്. അപ്പോൾ യേശുവിന് അത് തന്നെയാണ്. 40 ദിവസം കഴിഞ്ഞപ്പം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന വാക്യം എത്തിക്കുന്നത്. നമുക്ക് ആ വാക്യം നോക്കാമല്ലോ. 4-ാം അധ്യായത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. പരീക്ഷിച്ചത് പിശാച്, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ആ ദിവസത്തെ അവനൊന്നും ഭക്ഷിച്ചില്ല. അവൻ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് കൽപ്പിച്ചു. കൽപ്പനയാണ്. ആ പിശാച് വന്നിട്ട് യേശുവിന് ഭക്ഷണം വിശക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് നമ്മുടെ ജഡമോഹങ്ങളാണ് നമ്മളെ ആദ്യം ഉപദ്രവിക്കുന്നത്. ജഡമോഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നു. നമുക്ക് പലപ്പോഴും നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ വിശക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഫ്രിഡ്ജിൽ കയറ്റി വെക്കും, അല്ലെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു വെക്കും, നമ്മൾ ഉടനെ പോയി. അതേപോലും വിശപ്പ് അതിൻ്റെ അല്ല, ആത്മാവിൻ്റെ വിശപ്പാണിത്. അത് വചനമെടുത്ത് വായിക്കുന്നതിന് പകരം ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ബേക്കറി ഐറ്റം കഴിക്കും തോറും മനുഷ്യൻ വണ്ണം വെച്ച് ഓരോ പിള്ളേരുടെ വണ്ണം കണ്ടാൽ നമുക്ക് നടക്കാൻ പോയി. പിന്നെ അവർ ആ വണ്ണം കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം പ്രശ്നം, പിന്നെ എത്ര സർജറി ചെയ്യുന്നു, എന്തെല്ലാം ചെയ്തിട്ട് ആ വണ്ണം. ദൈവം തമ്പുരാൻ നമുക്ക് വിശപ്പ് തന്നിരിക്കുന്ന ആന്തരികമായ വിശപ്പുണ്ട്, ആത്മീയമായ. അത് ഭക്ഷണം എത്ര കഴിച്ചാലും 200 ചില്ലുവാനും കിലോ ഒക്കെ 10 വയസ്സുള്ള പിള്ളേർക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്തൊരു അതും പണ്ട് കാലങ്ങളിൽ ഓർക്കാൻ. ഇപ്പോൾ അത് ഒരു കോമൺ സൈറ്റായിട്ട് മാറുകയാണ്. ഞാൻ അമേരിക്കയിൽ ആദ്യം പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പ്ലെയിനിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെയുള്ളവരെല്ലാം ഇങ്ങനെ പന്നികളുടെ കൂട്ട് ഇത്രയും വണ്ണം വെച്ച്, അത്ര വണ്ണമാണ് എല്ലാവർക്കും. കാരണം ദേ ലൂസ് ദെയർ ഫീച്ചേഴ്സ്.
once you put on too much weight. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരീക്ഷണം എല്ലാവർക്കും ഉണ്ട്. യേശുവിനെ പോലും യേശുവിന് വിശന്നെന്ന്. യേശുവിന് വന്നപ്പം ദുഷ്ടൻ വന്ന് ചോദിക്കുന്നത്, മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്താ? ദൈവപുത്രനെങ്കിൽ കല്ലിനോട് അപ്പമായി തീരാൻ. നീ ദൈവപുത്രനാണോ എന്നുള്ള സംശയം ഇട്ട് കൊടുക്കുന്നതുണ്ടോ? ഹവ്വായ്ക്കും ആദത്തിനും ഇതേ പരീക്ഷണമാണ്, ജഡമോഹം വന്നിട്ട് എന്തിനാ പറയുന്നത്? യാക്കോബ് ഏശാവിനകത്തിനാണെങ്കിലും ഒരു നേരത്തെ വിശപ്പിന് വേണ്ടി അവകാശം വിറ്റുള്ളൂ. അതിനാൽ ദൈവം അവനോട് വിദ്വേഷിച്ചു എന്ന് പറയുന്നു. നമുക്ക് ചില പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ മക്കളുണ്ടാകുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച് നേടേണ്ടതായിരിക്കണം. അല്ലാതെ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ പ്രയാസമാണെന്ന് എനിക്കും തോന്നിക്കാറുണ്ട് ചിലപ്പോൾ. അപ്പം ദൈവം പറയുന്നത്, പിശാച് കൊണ്ടുവന്നിട്ട് യേശുവിനോട് ചോദിക്കും, ദൈവപുത്രനെങ്കിൽ കല്ലിനോട് അപ്പമായി തീരാൻ. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു എന്ന്. ആവർത്തന പുസ്തകം 8:3 അത് എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് തന്നെ. അപ്പോൾ യഥാർത്ഥ ഭക്ഷണം എന്താണ്? ദൈവവചനമാണ്. അത് നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ട്. യഥാർത്ഥമായ ഭക്ഷണം. ഇപ്പോൾ ഈ രോഗികളോട് ചിലപ്പം ഡോക്ടേഴ്സ് പറയും, ചില മരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കഴിക്കണം, ചിലത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം. അത് നമ്മൾ ഒരിക്കലും തെറ്റിക്കത്തില്ല. അത് വളരെ ക്ലിപ്തമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ ദൈവികമായിട്ട് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണോ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകണം. അത് ദൈവമേ എങ്ങനെയെങ്കിലും ഇൻസ്റ്റിൽ ചെയ്ത് തന്നെ പഠിപ്പിക്കണം. ആ ഉറപ്പിൽ തന്നെ രാത്രിയിൽ നീ ആരെയെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവമകനെന്ന് മകളെന്ന് വിളിച്ചു പറയുമ്പോൾ, ആർ യു റിയലി ഷുവർ? അത് ഈ കൊച്ചു പിള്ളേരെയൊക്കെ ഞാൻ ഈ കാലങ്ങളിൽ കാണുന്നുണ്ട്. ഉള്ള ഡ്രാക്കുളയുടെയും പിന്നെ ഓരോ കാർട്ടൂൺസിലൊക്കെ ഓരോ ജീവികളുടെയും അന്യഗ്രഹങ്ങളുടെയും ഒക്കെ ജീവികളെയൊക്കെ പടം കാണിച്ച് പിള്ളേർക്ക് അങ്ങേറ്റത്തെ ഭയമുള്ളത് കണ്ടാലേ ഇഷ്ടമാകത്തുള്ളൂ. കാരണം ചെറുതിലൊന്നും ഓർക്കുന്നത്. അതുകൊണ്ട് എന്താ, അവർക്ക് എല്ലാത്തിനും ചെറിയ കാര്യത്തിൽ കൂടെ ഭയമായി മാറുക. അവരുടെ വ്യക്തിത്വം മാറുകയാണ്. അവർക്ക് അവരെക്കുറിച്ചുള്ള ഒരു നല്ല അഭിപ്രായം മാറിയിട്ട് എല്ലാം ഭയപ്പെടുന്ന മനുഷ്യൻ. പ്രായമുള്ളവർ പോലും ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ജോലി കയറി എന്തെങ്കിലും അവർ ചെയ്തുകൊണ്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഭയമാണെന്ന് പറയും. ഞാൻ പറയും, എന്നെ ഭയപ്പെടാനാണ്? ഈ വീടിൻ്റെ ഡോറ് പോലും അടച്ചിട്ടിരിക്കുന്നതിനകത്തായിട്ട് എല്ലാത്തിലും ഭയമാണ് ഭരിക്കുന്നത്. ബിക്കോസ് വി ആർ നോട്ട് ഷുവർ ഹൂ വി ആർ. പക്ഷേ യേശുവിന് ആ പ്രശ്നമില്ലായിരുന്നു. യേശുവിൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, ദൈവം പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 8:3 എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് യേശുവിന് കാണാതറിയാമായിരുന്നു. അത് ഒന്നാം പരീക്ഷണം, ജഡീക പരീക്ഷണമാണ്, ജഡമോഹം. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണുവാൻ കാണിച്ചിട്ട്, ഈ അധികാരമൊക്കെ എനിക്കും അതിൻ്റെ മഹത്വം നിനക്ക് തരാം, അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവൻ ഞാൻ കൊടുക്കും, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റെതാകുമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ലോകത്തിലുള്ള സകലതും കാണിച്ചേച്ച് പറയാണ്, ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചു, പകുതി സത്യമുണ്ട്, ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചു, നമ്മളാ വിഡ്ഢിത്തരം കാണിച്ച്, അതെല്ലാം ഞാൻ നിനക്ക് തന്നേക്ക്, എന്നെ നമസ്കരിച്ചോളാൻ. ലോകം അതിൻ്റെ പുറകെ അല്ലേ പോകുന്നത്. നെബൂഖദ്നേസർ രാജാവെന്ന് പറഞ്ഞ ഒരാൾ 90 അടി പൊക്കമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് എല്ലാവരും ഇതിനെ വർഷിപ്പ് ചെയ്തോണം, സ്തുതിച്ചോണമെന്ന് പറയും. മനുഷ്യരെല്ലാവരും ചെയ്തു, 2-3 പേരൊഴിച്ച് മാത്രം, ശദ്രക് മേശക് അബീനെ. ഇന്നും അങ്ങനെയല്ലേ കാണുന്നത്. യേശുവിന് മുമ്പിൽ അവൻ അതേ പരീക്ഷണം യേശു പറഞ്ഞ എന്താണ് ഉത്തരം കൊടുത്തത്? വചനത്തിൽ കൂടെ. ഒരു വചനത്തിനകത്ത് നിർത്താനുള്ളതേ ഉള്ളൂ മിക്ക പരീക്ഷണങ്ങൾ. പക്ഷെ നമ്മൾ ആ വചനം ഉപയോഗിക്കുന്നില്ല. നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ നമസ്കരിക്കാവൂ. അത് ആവർത്തന പുസ്തകം 6:13. അതാണ് കൺമോഹം, ജീവനപ്രദമാണത്. ഇനി കൺമോഹമുണ്ട്. അതിനെന്താണ്? പിന്നെ അവൻ യെരുശലേമിന് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക, നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിൻ്റെ കാല് കല്ലിനോട് തട്ടാത്തോണം അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെന്ന്. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ആവർത്തന പുസ്തകം 6:16 എഴുതി വച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ, അതായത് കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സിങ്ങുമാണ്. എല്ലാത്തിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൺമോഹമുണ്ട്, ജഡമോഹമുണ്ട്. ജഡമോഹം ഭക്ഷണത്തിൻ്റെ ആകാം, പിന്നെ പ്രതാപം നമുക്ക് വേണം, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ജഡത്തിനകത്ത് വരും. അപ്പോൾ ഇത് ഇൻ്റർമിക്സിങ് ആണ്.
ഈ ആഗ്രഹങ്ങളെല്ലാം എല്ലാ മനുഷ്യനും ഉണ്ട്. ഈ ആഗ്രഹങ്ങളിലുള്ള ടെസ്റ്റ് എല്ലാ ദിവസവും വരുന്നുണ്ട്, എല്ലാ സിറ്റുവേഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ബാറ്റിലല്ലേ. നമ്മൾക്കെതിരായിട്ട് ഒരാൾ വരിക, നമ്മൾ തീർത്തും ശക്തനാണെങ്കിൽ ഒറ്റ തിരിച്ചടി കൊടുക്കില്ലേ. കഴിവുള്ളവൻ, മസിലുള്ളവൻ മറ്റവനെ കണ്ടിട്ട് അടിക്കും. പക്ഷേ കഴിവില്ലാത്തവനാണെങ്കിൽ അത് എവ്രി ഡേ ദ ബാറ്റിൽ ഈസ്. ഈ ബാറ്റിൽ എങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ ആത്മാവിനെ തീ കത്തിക്കുന്ന വചനം കൊണ്ട് നമ്മളെ നിറച്ചിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന യേശു ക്രിസ്തു വചനം കൊണ്ടാണ് ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തിയത് എങ്കിൽ നമുക്കും ആ അമ്പുകൾ തന്നിട്ടുണ്ട്. നിൻ്റെ വചനമാകുന്ന അമ്പ് കൊണ്ട് നിൻ്റെ ആവനാഴിയെ നിറയ്ക്കുക എന്നാണ് വചനം പറയുന്നത്. അവ എടുത്തുപയോഗിക്കാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് വചനം കാണാതെ അറിയണം, കാണാതെ പഠിക്കുന്നതിൽ നിർബന്ധം ചെയ്യണം. ഞാൻ ഈ പ്രായത്തിൽ എത്രയോ വചനങ്ങൾ കാണാ പഠിച്ചുകൊണ്ടായിരിക്കും. 53-ാം യെശയ്യാ കാണാ പഠിച്ചിട്ട് ഇപ്പോഴും ഞാൻ എന്നും വായിച്ചുകൊണ്ടിരിക്കും കാണാ പഠിക്കാൻ. അത് ബിക്കോസ് ദിസ് ഇസ് നമ്മളിലേക്ക് വേരിറങ്ങി വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു പുറത്തുള്ള ഒരു രാജ്യത്താണ് ഒരു മനുഷ്യൻ ചോദിക്കുന്നത്, ആർ യു എ ക്രിസ്ത്യൻ? ഒരു 5-8 പിള്ളേരോട് ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു വി ആർ ക്രിസ്ത്യൻ. എല്ലാവരും സമ്മതിച്ച് ഞാൻ ക്രിസ്ത്യനാണ്. അപ്പോൾ എനിക്ക് സന്തോഷമോ 8 പേര് പറഞ്ഞല്ലോ ക്രിസ്ത്യൻ. എന്നിട്ട് അവർ ചോദിക്കുന്നത്, ആ മനുഷ്യൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ ഒരു വാക്യം കാണാൻ പറയാമെന്ന്. 8 പേരും പറഞ്ഞില്ല ഒരു വാക്യം പോലും. യഹോവ എൻ്റെ ഇടയനാന്ന് പോലും അവർ പറഞ്ഞില്ല. ക്രിസ്ത്യൻ. അതേസമയം മുസ്ലിങ്ങളുടെ അടുക്കൽ ചോദിച്ചു 5, ഇതേപോലെ 8 പേര്. ഫസ്റ്റ് മാൻ ഓൺവേഴ്സ് 8 പേരും അവരുടെ ഖുറാനിലെ കാര്യങ്ങൾ അവർ ഏറ്റു പറഞ്ഞു. 1-2 സെൻറ്റൻസ് മടി കൂടാതെ, ഒരു മടിയും കൂടാതെ. വേറെ വാട്ട് ആർ ബി ഡൂയിങ്? റീഅനലൈസ് ചെയ്തിട്ട് ദൈവം നമ്മളെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എടുത്ത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പിന്നെ വചനം പഠിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ പൈതൃകമായ കുറേ മാമൂലുകൾ വെച്ച് ക്രിസ്തുവിൻ്റെ ആത്മാവിന് ഉപരിയായിട്ട് അത് കയറ്റി വെക്കുന്നെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് അത് പിടിക്കത്തില്ല. ഞാൻ വ്യക്തമായിട്ടും പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാരൊക്കെ കഷ്ടപ്പെട്ട് സുഖം എന്തെന്നറിയാതെ ദൈവവചന അടിസ്ഥാനത്തിൽ ഏകനായിട്ട് നിന്ന് ഓരോ സ്ഥലങ്ങളിൽ ആലയങ്ങൾ പണിതിട്ടുള്ളവർ, അല്ലാതെ അവരൊന്നും സുഖിച്ചവരല്ല. ഇന്ന് കംഫർട്ടിൻ്റെ പുറത്ത് കംഫർട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് പിതാക്കന്മാരുടെ നന്മ നമുക്ക് പറയാൻ പോലും അവകാശമില്ലാത്തവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ക്രിസ്തു തന്ന എക്സാമ്പിൾ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ക്രിസ്തുവിൻ്റെ അടുക്കൽ പോലും പിശാച് വന്നു വെച്ചു, നീ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചു. 3 പ്രാവശ്യവും ചോദിച്ച ചോദ്യത്തിൽ ക്രിസ്തു പഴയ നിയമത്തിൽ നിന്ന്, ആവർത്തന പുസ്തകത്തിൽ നിന്ന് വചനങ്ങൾ പറഞ്ഞിട്ടാണ് ജയിച്ചത്. പിന്നെ ഞങ്ങൾക്ക് വേറെ ആയുധമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുമില്ല. ദൈവം പോലും ചെയ്തത് ദൈവപുത്രൻ അങ്ങനെയാണ് ചെയ്തതെങ്കിൽ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് വചനം അതിൻ്റെ പൊരുളുകളോടുകൂടി പഠിച്ചെടുത്തിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കടമ നമുക്കുണ്ട്. ഞങ്ങളുടെ അടുത്ത തലമുറകളോടുണ്ട്, ഞങ്ങളോടുണ്ട്, ഞങ്ങളുടെ ദേശത്തോടുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കാൻ നിനക്കേ കഴിയത്തുള്ളൂ. ഞങ്ങളെ ആത്മാവിൽ തീഷ്ണതയുള്ളവരാക്കി നിർത്തണമേ. വചനം ജീവനായിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പെങ്കിലും ഉണ്ടാക്കി എടുപ്പിക്കാൻ നീ ഇടയാക്കണമേ. അങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ, ദേശത്ത്, ഭവനങ്ങളിലൊക്കെ വിടുതൽ വന്നതിന് 2 പേർ ഐക്യമത്യപ്പെട്ടാൽ ഞങ്ങൾ ചോദിച്ചാൽ അവ ഉത്തരം കിട്ടും. 2 പേർക്കുള്ള ഐക്യമത്യത ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളുടെ കുടുംബങ്ങളിലെ, ഭവനങ്ങളിലെ, സഭകളിലെ വഴക്ക് നിൽക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ യേശു ക്രിസ്തു കാണിച്ച അതേ പരീക്ഷണങ്ങൾ മുമ്പിൽ വരുമ്പോൾ, കൺമോഹം ചുടമോഹം ജീവന പ്രതാപത്തിൻ്റേത് വരുമ്പോൾ, കർത്താവെ നീ ചെയ്ത് കാണിച്ചത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ആത്മാവിനെ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വ്യക്തമായിട്ടും ജീവിതം എന്തേന്ന് പഠിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്ത് ശാപവും പാപവും രോഗവും എല്ലാം ക്രൂശിന്മേൽ ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി ഞങ്ങൾക്കൊന്ന് ചെയ്താൽ മതി, നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. അതിനെങ്കിലുമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തന്നിട്ട് നിന്നിൽ ഉറച്ച് വിശ്വസിക്കാൻ, സംശയം കൂടാതെ വിശ്വസിക്കുന്ന ഒരു ആത്മാവിനെ ഇട്ട് തരണമേ. അവിടുന്ന് ഒരു വചനം സത്യം എന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഉറച്ച് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാപിച്ചെടുത്ത് അതൊരു ജീവവൃക്ഷമാക്കുന്നിടം വരെ അതിൽ ഉറച്ചു നിൽക്കാനുള്ള തീഷ്ണമായ ആത്മാവിനെ ഇട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.